റിലീസിനായി സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാള ചിത്രമാണ് പാട്രിയറ്റ്. 18 വർഷത്തിന് ശേഷം മലയാളത്തിന്റെ സ്ട്രോങ് പില്ലേഴ്സായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നതാണ് അതിന് പ്രധാന കാരണം. മഹേഷ് നാരായണൻ ഒരുക്കുന്ന ഈ മൾട്ടിസ്റ്റാർ ചിത്രം 2026 ഏപ്രിൽ 23-ന് തിയേറ്ററുകളിലെത്തും. കാത്തിരിപ്പുകൾ വിഫലമാകില്ലെന്ന സൂചനകൾ നൽകിയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് സിനിമാ ആസ്വാദകർ. പാട്രിയറ്റ് ചർച്ചകൾ സജീവമാകുമ്പോൾ ഇതിനു മുൻപ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരുവരും അതിഥി റോളിലെത്തിയ സിനിമകളടക്കം ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. 1. 1981 പുറത്തിറങ്ങിയ അഹിംസ. IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണിത്. പൂർണിമ ജയറാം, സീമ, മേനക എന്നിവർ അഭിനയിച്ച ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ആദ്യമായി ഒന്നിച്ച് വെള്ളിത്തിരയിലെത്തി. 2. 1982 പുറത്തിറങ്ങിയ പടയോട്ടം. പ്രേം നസീർ, മധു അടക്കമുള്ള പഴയ തലമുറ താരങ്ങൾക്കൊപ്പം മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ച ചിത്രമാണ് പടയോട്ടം. അന്ന് ഇരുവരും പുതുമുഖ താരങ്ങളായിരുന്നു. നവോദയ അപ്പച്ചൻ നിർമ്മിച്ച ചിത്രം ജിജോ പുനൂസ് ആയിരുന്നു സംവിധാനം ചെയ്തത്. 3. വിസ. ബാലു കിരിയത്തിന്റെ സംവിധാനത്തിൽ 1983 റിലീസ് ചെയ്ത ചിത്രമാണ് വിസ. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം TR ഓമന, സത്താർ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 4. അസ്ത്രം. PN മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അസ്ത്രം. 1983 റിലീസ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും പുറമെ നെടുമുടി വേണു, ഭരത് ഗോപി, സുകുമാരി, ജഗതി ശ്രീകുമാർ, ശങ്കരാടി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി. 5. 1983 പുറത്തിറങ്ങിയ നാണയം. IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് നാണയം. മോഹൻലാൽ, മമ്മൂട്ടി, പൂർണിമ ജയറാം, സീമ, മധു എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ. 6. 1983 പുറത്തിറങ്ങിയ ശേഷം കാഴ്ചയിൽ. ബാലചന്ദ്ര മേനോന്റെ സംവിധാനത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച ചിത്രമാണ് ശേഷം കാഴ്ചയിൽ. മേനകയും ബാലചന്ദ്ര മേനോനും മുഖ്യവേഷങ്ങളിലെത്തിയിരുന്നു. 7. 1983 പുറത്തിറങ്ങിയ ഇനിയെങ്കിലും. IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇനിയെങ്കിലും. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം രതീഷ്, ലാലു അലക്സ്, സീമ, റാണി പത്മിനി എന്നിവർ മുഖ്യവേഷത്തിലെത്തി. 8. 1983 പുറത്തിറങ്ങിയ ചങ്ങാത്തം. ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ചങ്ങാത്തം. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം മാധവിയും ക്യാപ്റ്റൻ രാജുവും ചിത്രത്തിൽ അഭിനയിച്ചു. 9. 1984 പുറത്തിറങ്ങിയ അതിരാത്രം. IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് അതിരാത്രം. മോഹൻലാലും മമ്മൂട്ടിയും സീമയും മുഖ്യവേഷങ്ങളിലെത്തിയ ഈ ചിത്രം മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ടിലെ വലിയ വിജയ സിനിമകളിൽ ഒന്നായിരുന്നു. 10. 1984 പുറത്തിറങ്ങിയ ആൾക്കൂട്ടത്തിൽ തനിയെ. MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണിത്. മമ്മൂട്ടിയും മോഹൻലാലും സീമയും മുഖ്യവേഷത്തിലെത്തി. 11. 1984 പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ. IV ശശിയാണ് അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിന്റെ സംവിധാനം. സീമ, ബാലൻ K നായർ, വിൻസൻ, റഹ്മാൻ എന്നിവരും മുഖ്യവേഷത്തിലെത്തി. 12. 1984 പുറത്തിറങ്ങിയ അറിയാത്ത വീഥികൾ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അറിയാത്ത വീഥികൾ. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം മധുവും റഹ്മാനും മുഖ്യവേഷങ്ങളിലെത്തി. 13. 1985 പുറത്തിറങ്ങിയ കണ്ടു കണ്ടറിഞ്ഞു. പ്രഭാകരൻ പുതൂർ, SN സ്വാമി എന്നിവരെഴുതി സാജൻ സംവിധാനം ചെയ്ത ചിത്രമാണിത്. മോഹൻലാലിനും മമ്മൂട്ടിക്കും പുറമെ റഹ്മാൻ, നദിയ മൊയ്തു, മേനക, ലാലു അലക്സ്, ജലജ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. 14. 1985 പുറത്തിറങ്ങിയ അവിടുത്തെ പോലെ ഇവിടെയും. KS സേതുമാധവൻ നിർമ്മിച്ച ചിത്രം. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ശോഭനയും, അടൂർ ഭാസി, സോമൻ, സുകുമാരി, ഇന്നസെന്റ് എന്നിവരും കഥാപാത്രങ്ങളായെത്തി. 15. 1985 തന്നെ പുറത്തിറങ്ങിയ കരിമ്പിൻ പൂവിനക്കരെ. P പത്മനാഭൻ എഴുതി IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് കരിമ്പിൻ പൂവിനക്കരെ. മമ്മൂട്ടിയാണ് പ്രധാന വേഷത്തിലെത്തിയത്. ഏറെ പ്രാധാന്യമുള്ള വേഷമായിരുന്നു മോഹൻലാലിന് ഈ ചിത്രത്തിൽ. സീമയായിരുന്നു നായിക. 16. 1986 പുറത്തിറങ്ങിയ കരിയിലക്കാറ്റ് പോലെ. സുധാകർ മംഗളോദയത്തിന്റെ ശിശിരത്തിൽ ഒരു പ്രഭാതമെന്ന റേഡിയോ നാടകത്തെ ആധാരമാക്കി P പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണിത്. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം റഹ്മാൻ, ശ്രീപ്രിയ, കാർത്തിക, ജലജ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. 17. 1986 പുറത്തിറങ്ങിയ കാവേരി. രാജീവ് നാഥ് സംവിധാനം ചെയ്ത ചിത്രം. മോഹൻലാൽ, മമ്മൂട്ടി, അടൂർ ഭാസി എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തി. 18. 1986 പുറത്തിറങ്ങിയ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്.
മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ശ്രീവിദ്യ, റഹ്മാൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി. പ്രതിനായക വേഷത്തിലായിരുന്നു മോഹൻലാൽ. 1986 തന്നെ പുറത്തിറങ്ങിയ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണിത്. മമ്മൂട്ടി അതിഥി വേഷത്തിലായിരുന്നു. സീമ, കാർത്തിക, ഇന്നസെന്റ്, ശ്രീനിവാസൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. 1987 പുറത്തിറങ്ങിയ അടിമകൾ ഉടമകൾ. IV ശശി തന്നെ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് അടിമകൾ ഉടമകൾ. മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ടിലെ മറ്റൊരു ഹിറ്റായിരുന്നു ഇത്. സീമയായിരുന്നു നായിക. 1990 പുറത്തിറങ്ങിയ നമ്പർ 20 മദ്രാസ് മെയിൽ. മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണിത്. ജോഷിയായിരുന്നു സംവിധാനം. സിനിമാ താരമായ മമ്മൂട്ടിയായി തന്നെയാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത്. സോമൻ, ജഗദീഷ്, മണിയൻപിള്ള രാജു, സുചിത്ര, ജയഭാരതി എന്നിവരും മുഖ്യവേഷത്തിലെത്തി. 1998 പുറത്തിറങ്ങിയ ഹരികൃഷ്ണൻസ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും മുഴുനീള കഥാപാത്രങ്ങളായെത്തിയ ചിത്രം. ഫാസിലാണ് സംവിധായകൻ. ബോളിവുഡ് നടി ജൂഹി ചവളയായിരുന്നു നായിക. ഇന്നസെന്റ്, നെടുമുടി വേണു, ശ്യാമിലി, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. 2000 പുറത്തിറങ്ങിയ നരസിംഹം. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് നരസിംഹം. മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണിത്. മമ്മൂട്ടി അതിഥി താരമായാണ് എത്തിയത്. തിലകൻ, കനക, ജഗതി തുടങ്ങിയവർ മുഖ്യവേഷങ്ങളിലെത്തി. 2008 പുറത്തിറങ്ങിയ 2020. ഉദയകൃഷ്ണ, CBK തോമസ് എന്നിവർ എഴുതി ജോഷി സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രമാണ് 2020. ദിലീപ് ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണവും വിതരണവും. താരനായകന്മാരായ മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു ചിത്രത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ. മലയാള സിനിമയിലെ മിക്ക താരങ്ങളും ചെറുതും വലുതുമായ വേഷങ്ങൾ ഈ ചിത്രത്തിൽ ചെയ്തു. 2013 പുറത്തിറങ്ങിയ കടൽ കടന്നൊരു മാത്തുക്കുട്ടി. മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമാണിത്. ഇതിൽ അതിഥി വേഷത്തിലായിരുന്നു മോഹൻലാൽ എത്തിയത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.